നമുക്ക് ആവശ്യം ദൈവ സാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്തത് അഭിഷേകം നിറയുമ്പോൾ ചെയ്തെടുക്കുവാൻ സാധിക്കും. നിന്റെ മേൽ ആ അഭിഷേകം പകരപ്പെട്ടിട്ടുണ്ട്. ഇസബേലിനെ കണ്ടിട്ട് ഒരുത്തൻ പേടിച്ചൊളിച്ചു, മരിച്ചാൽ മതിയെന്ന് ഇച്ഛിച്ചു. പക്ഷെ യേഹൂവിന്റെ മേൽ അഭിഷേകം നിറഞ്ഞപ്പോ അവൻ പോയി ആ ശത്രുവിനെ ഇല്ലാതെയാക്കി. മാറ്റങ്ങൾ അനിവാര്യമാണ്. മാറ്റമുണ്ടാക്കാനാണ് അഭിഷേകം നിന്റെ മേൽ പകരപ്പെട്ടത്. ഉയിരേ ഉയിരേ എന്നുയിരിൽ വന്ന് വസിച്ചവനേ, ഉയിരേ ഉയിരേ എന്നുയിരിൽ വന്ന് വസിച്ചവനേ. യേശുവേ നീ ഇല്ലാതിരുന്നെങ്കിൽ ഒന്നുമില്ലാതായനേ. യേശുവേ നീ ഇല്ലാതിരുന്നെങ്കിൽ ഒന്നുമില്ലാതായനേ. എല്ലാ കൈകളും ഉയർത്തി. ഉയിരേ ഉയിരേ എന്നുയിരിൽ വന്ന് വസിച്ചവനേ, ഉയിരേ ഉയിരേ എന്നുയിരിൽ വന്ന് വസിച്ചവനേ. യേശുവേ നീ ഇല്ലാതിരുന്നെങ്കിൽ ഒന്നുമില്ലാതായനേ. യേശുവേ നീ ഇല്ലാതിരുന്നെങ്കിൽ ഒന്നുമില്ലാതായനേ. പല പല നേരം ഒരിടയനെ പോലെ കാത്താനിൻ സ്നേഹത്തെ ഓർത്തിടുന്നേ. പല പല നേരം ഒരിടയനെ പോലെ കാത്താനിൻ സ്നേഹത്തെ ഓർത്തിടുന്നേ. ഉറക്കുന്ന യേശുവേ എന്ന് വിളിച്ചേ. ഓരോ ശക്തിയോടെ യേശുവേ യേശുവേ യേശുവേ. നാദാ 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 അങ്ങേക്കാരാധന. നാദാ യേശുനാദാ നാദാ അങ്ങേക്കാരാധന. ഓ നാദാ 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 അങ്ങേക്കാരാധന. യേശുനാദാ നാദാ നാദാ അങ്ങേക്കാരാധന. തന്നതു അങ്ങാണ്, മുഴുവൻ ഞാൻ സേവിക്കും. ഈ ജീവൻ തന്നതു അങ്ങാണ്, മുഴുവൻ ഞാൻ സേവിക്കും. തിന്മയോ പാപമോ ഉളവാകാതെ, തിന്മയോ പാപമോ ഉളവാകാതെ കൃപയുടെ ജീവൻ എന്നും എന്നെ കരുതിയിടും. കൃപയുടെ ജീവൻ എന്നും എന്നെ കരുതിയിടും. കൃപയാ കൃപയാ നിലനിന്നത് എങ്ങനെ പറഞ്ഞാൽ തീരും. കൃപയാ കൃപയാ
നിലനിന്നതു എങ്ങനെ പറഞ്ഞാൽ തീരും. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഓ കൃപയാ കൃപയാ നിലനിന്നതു എങ്ങനെ പറഞ്ഞാൽ തീരും. കൃപയാ കൃപയാ നിലനിന്നതു എങ്ങനെ പറഞ്ഞാൽ തീരും. നിലനിന്നതു എങ്ങനെ പറഞ്ഞാൽ തീരും. നിലനിന്നത് എങ്ങനെ പറഞ്ഞാൽ തീരും. കണ്ണുകൾ അടച്ചുകൊണ്ട് പറ, അങ്ങേ സ്നേഹിപ്പാൻ ഈ ജീവൻ പോരായേ, അങ്ങേ ഉറക്കെ, അങ്ങേ സ്നേഹിപ്പാൻ അങ്ങേ പാടുവാൻ ഈ നാവും പോരായേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ആ കൈകളൊന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അല്പനേരം കൂടെ നിങ്ങൾ ദൈവത്തെ ആരാധിച്ചേ. കമോൺ, കൈകളടിച്ച് അല്പനേരം കൂടെ കൈകളടിച്ച് കർത്താവിനെ ആരാധിച്ചേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. വായി തുറന്ന് അനിഭാഷയുള്ളൊരു അനിഭാഷയിൽ കർത്താവിന് മഹത്വം കൊടുത്തേ. പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിക്കണമെന്ന ആഗ്രഹത്തോടെ, ദൈവത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുമെന്ന വിശ്വാസത്തോടെ അല്പനേരം കൂടെ ആരാധിച്ചേ. കർത്താവേ, ഈ പകൽ ഈ സമയം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ സാന്നിധ്യം ഈ ഹോള് മുഴുവനെ വ്യാപരിക്കട്ടെ. അപ്പാ, ഇന്ന് ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നതിന് നന്ദി. ഞങ്ങളോട് നീ വ്യക്തിപരമായി ഇടപെടുന്നതിന് നന്ദി. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾ എത്ര പേര് എക്സ്പെക്റ്റേഷനോടെ ആയിരിക്കുന്നത്? ഇന്ന് ഞാൻ ദൈവദിനത്തിൽ നിന്ന് പങ്കുവയ്ക്കാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അതേ ചിന്തയാണ്. എന്നാൽ അതിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ ഉള്ളിൽ ഒരു അവയർനെസ് കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഉള്ളിലെ ചിന്ത. അതിനുശേഷം ഞാൻ കഴിഞ്ഞ ആഴ്ച പഠിപ്പിച്ചത് പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നല്ല ആമേൻ പറഞ്ഞാണ്. ഇന്ന് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന മെസ്സേജിന് എൻ്റെ ഉള്ളിൽ 2 ചിന്തയാണ് ഉണ്ടായിരുന്നത്. അതിലെ ഒരു ചിന്ത നിങ്ങളുടെ ലോകത്തെ നിങ്ങൾ മാറ്റുക എന്നതായിരുന്നു, ചേഞ്ച് യുവർ വേൾഡ് എന്നായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ദൈവശക്തിയെക്കുറിച്ചുള്ള ബോധമുള്ളവരായിരിക്കുക എന്നും ആ പ്രസംഗത്തിന് പേരിടാമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. സോ നിങ്ങളുടെ ഉള്ളിൽ ഇന്ന് പ്രസംഗിക്കുമ്പോൾ ദൈവശക്തിയെക്കുറിച്ച് ബോധമുള്ളവരായിരിക്കുക എന്ന ബോധ്യം വർദ്ധിച്ചു വരട്ടെ. എനിക്ക് തോന്നുന്നത് ഈ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ഏറ്റവും പ്രധാന രഹസ്യം എന്താണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാറുള്ളത് സംശയങ്ങളുടെ നിവാരണമാണ്. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല, ഞാൻ ഒന്നും കൂടെ ആവർത്തിക്കാം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയുടെ ബേസ് എന്ന് പറഞ്ഞ അടിസ്ഥാനം എന്ന് പറയുന്നത് സംശയങ്ങളുടെ നിവാരണമാണ്. സംശയങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ വാചകം മനസ്സിലായില്ല. നമുക്ക് യേശുവിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവങ്ങളിൽ സംശയങ്ങൾ ഉളവാകുന്ന ആളുകൾ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കാത്തത്, എന്തുകൊണ്ടാണ് പാണ്ട് മാറാഞ്ഞത്, എന്തുകൊണ്ടാണ് ഇന്ന പ്രശ്നം തീരാഞ്ഞത്, സംശയമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ദൈവവുമായുള്ള ബന്ധത്തിൽ സംശയവുമായി ചെല്ലുന്ന ഒരാൾ പോലും തോറ്റുപോയത് ഞാൻ കണ്ടില്ല. ആ സംശയങ്ങളെല്ലാം ദൈവം അവർക്ക് ഉത്തരം കൊടുത്ത് അവരെ വളർത്തിയെടുക്കുന്ന ഞാൻ കണ്ടു. അതുകൊണ്ട് ദൈവം നിങ്ങൾക്ക് ഉത്തരങ്ങൾ തരുന്നവനാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവദിനം വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുക. നമുക്ക് എല്ലാവർക്കും സുപരിചിതം ആ വാക്യം. ഒരു മിനിറ്റും കൂടെ കേട്ടായിട്ട് നിന്നുകൊണ്ട്, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാത്തവരായിരിക്കരുത്. മലയാളത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, അറിവില്ലാത്തവർ. പക്ഷേ ഇംഗ്ലീഷ് വേർഷൻ വായിക്കാൻ, നൗ കൺസേണിങ് സ്പിരിച്വൽ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റ് എന്ന വേർഡ് ബൈബിളിലില്ല. യഥാർത്ഥ ട്രാൻസ്ലേഷനിൽ ഗിഫ്റ്റ് എന്ന വേർഡില്ല. അതിന് പകരം അവിടെ എഴുതിയിരിക്കുന്നത് കൺസേണിങ് സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയതയെക്കുറിച്ച്, ആത്മീയമായതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. അപ്പം എന്താ നമുക്ക് അറിവുണ്ടായിരിക്കേണ്ട കാര്യം? ആത്മീയമായ കാര്യങ്ങൾ അറിവുണ്ടാകണം. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ആത്മീയമായ കാര്യങ്ങൾ അറിയണം.
നിങ്ങൾ എത്രത്തോളം ആത്മീയമായ കാര്യങ്ങൾ അറിയുന്നോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ആമേൻ. ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം എന്താ എനിക്ക് സംഭവിച്ചേ? നമ്മളെല്ലാവരും പറയും ഞാൻ ദൈവത്തിന്റെ മകനായി, മകളായി, ദൈവത്തിന്റെ മോനായി, മോളായി. ഒരു വലിയ സന്തോഷമുള്ള കാര്യമല്ലേ? പക്ഷെ അതോടൊപ്പം തന്നെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ സംഭവിച്ചത്, ഞാൻ ആ ദിവസം മുതൽ ഈ ലോകത്താണ് ജീവിക്കുന്നതെങ്കിലും ഞാൻ ദൈവരാജ്യത്തിനകത്താകുവാനിടയായി. വേറെ ഭാഷയിൽ പറഞ്ഞാൽ അന്ന് ഞാൻ ദൈവരാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചു, ആത്മലോകത്തിനകത്തേക്ക് പ്രവേശിച്ചു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇപ്പൊ ഞാൻ നിങ്ങളുള്ളത് എവിടെയാണെന്നറിയോ? വേദപുസ്തകത്തിന്റെ ഭാഷ പറഞ്ഞ ആത്മലോകത്തിലാണ്. വേറെ ഭാഷയിൽ പറഞ്ഞ നിങ്ങളും ഞാൻ എവിടെയാണുള്ളത്? ദൈവരാജ്യത്തിനകത്താണ്. തിരുവനന്തപുരത്ത് കുമാരപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് നിങ്ങളൊരു പക്ഷേ പറയുമായിരിക്കും. പക്ഷേ വേദപുസ്തകം പറയും അല്ല, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്. നിങ്ങൾ എവിടെയാണ്? ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എല്ലാവരും എന്നോട് കൂടെ ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഞാൻ ഇപ്പോൾ ദൈവരാജ്യത്തിനകത്താണ്. ഇത് നമുക്ക് ചില പുതിയ ആളുകൾക്ക് എന്താ ഇദ്ദേഹം പറയുന്നത് പോലും മനസ്സിലായി കാണത്തില്ല. അതിനെക്കുറിച്ച് ഭാരപ്പെടാതിരിക്കെ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ പുറമേ കാണുന്ന ലോകമല്ല, പുറമേ കാണാത്ത വേറൊരു ലോകത്തിലേക്ക് യേശുവിൽ വിശ്വസിച്ചാൽ ആ ദിവസം മുതൽ പ്രവേശിക്കാൻ കഴിയും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, യു ബോൺ ഇൻടു എ സ്പിരിച്വൽ വേൾഡ്. നിങ്ങൾ ആത്മലോകത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആത്മലോകത്തിൽ ജനിച്ചിരിക്കുകയാണ്. ഒന്ന് കൈ അടിച്ചുകൊണ്ട് പറഞ്ഞേ, ഞാൻ ആത്മലോകത്തിൽ ജനിച്ചിരിക്കുകയാണ്. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ ആത്മലോകത്തിനകത്തെ പ്രിൻസിപ്പിൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുവോ അത്രത്തോളമാണ് ആത്മീയ കാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, നന്മകൾ എല്ലാം വരുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിൽ ചിലർ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സൗഖ്യം കിട്ടാനാണ്. അല്ല, നിങ്ങളുടെ വീട്ടിലെ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാനാണ്. അല്ല, നിങ്ങളുടെ വീട്ടിലെ തകർച്ചകൾ തീരാനാണ്. നിങ്ങളുടെ കണ്ണുകളിൽ അതിനെ ഈ ഭൂമിയിലുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ്? ഒരു രോഗം ഉണ്ടായാൽ നിങ്ങൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിലാണ്. അവരെ അതിന് തക്കതായൊരു മരുന്ന് തരികയാണ് ചെയ്യുന്നത്. അതാണ് ഈ ലോകം ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ച്, ഇവിടെ വരുന്ന ഒരാളുടെ തലയിൽ, ഒരാളുടെ കയ്യിൽ മരുന്നിൻ്റെ കുറിപ്പ് എഴുതി തരികയല്ല ഞാൻ ചെയ്യുന്നത്. പകരം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. രണ്ട് പ്രശ്നമാണ്. ഒരു ക്യാൻസർ രോഗി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ഞങ്ങൾ റേഡിയേഷൻ കൊടുക്കുകയോ മരുന്ന് കൊടുക്കുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അതിന് പകരം തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് നിങ്ങൾ സാക്ഷ്യം കേട്ടു, 28 വർഷത്തിൽ കൂടുതലായ നടുവേദന മാറിപ്പോയി. അതെങ്ങനെയാ? അപ്പോൾ നമ്മൾ കാണുന്ന ലോകം കാണുന്ന മരുന്ന് തരുന്നതെങ്കിൽ കാണാത്തൊരു ലോകമുണ്ട്. അതിനെ വേറെന്തോ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാണുന്ന ലോകത്തിലെ ഒരു പ്രശ്നത്തിനകപ്പെട്ട ഒരാൾക്ക് അതിനെ കാണുന്ന ലോകത്തിന്റെ സൊല്യൂഷൻ കാണാം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്ട്. എന്നാൽ കാണാത്ത ലോകത്തിലെ നന്മകൾ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ലെങ്കിലും യാഥാർത്ഥ്യമായ കാര്യമാണ്. ഇന്ന് ഞാൻ കൊല്ലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ഒരു ഫാമിലി കടന്നു പോകുന്നു. കർത്താവിനോട് പറഞ്ഞു, ആ 2 പേരുടെയും യൂട്രസിനകത്ത് മുഴയുണ്ട്. അവർ പറഞ്ഞു ശരിയാണ്, അമ്മയ്ക്കും ബ്ലീഡിംഗ് ഉണ്ട്, മോൾക്ക് യൂട്രസിൽ മുഴയുണ്ട്. ഞാൻ വിശ്വസിക്കുന്നത് അടുത്ത ആഴ്ചത്തെ സാക്ഷ്യം 2 പേരുടെ മുഴകൾ മാറിയെന്നായിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സോ കാണാൻ കഴിയുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും കാണാൻ കഴിയാത്തൊരു ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ച ദിവസമാണ് ഞാൻ യേശുവിനെ വിശ്വസിച്ച ദിവസം. ഒരു ഹല്ലേലൂയ പറയാം. അടുത്തിരിക്കുന്നവരോട് പറ, കാണാൻ കഴിയുന്ന ലോകത്താണ് ഞാൻ ജീവിക്കുന്നതെങ്കിലും കാണാൻ കഴിയാത്ത വേറൊരു ലോകത്തിലേക്ക് ഞാൻ പ്രവേശിച്ച ദിവസമാണ് ഞാൻ യേശുവിനെ വിശ്വസിച്ച ദിവസം. ഹല്ലേലൂയ. ഇരുന്നാട്ടെ. അതുകൊണ്ട് 2 കൊരിന്ത്യർ
അതിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ അത്രയും ഞങ്ങൾ നടക്കുന്നത്. എങ്ങനെയാ? നമ്മളെല്ലാവരും കണ്ണുകൊണ്ടല്ലേ നോക്കി നടക്കുന്നത്, കാഴ്ചയാലല്ലേ നമ്മൾ നടക്കുന്നത്. കാഴ്ചയില്ലാതെ ആരെങ്കിലും ഇവിടെ നടക്കുമോ? കാഴ്ചയില്ലാത്ത ഒരാൾ ഈ ഹോളിൽ വന്നാൽ വേറൊരാൾ ഓടിച്ചെന്ന് അയാളെ കൈ പിടിച്ച് അയാളെ കസാരയിൽ കൊണ്ടിരുത്താൻ നമ്മൾ ശ്രമിക്കും. കാരണം എന്താ? കണ്ണ് കാണത്തില്ല. പൗലോസ് പറയുവാൻ ഞങ്ങൾ കാഴ്ചയാലല്ല നടക്കുന്നതെന്ന്. ഫൂളിഷാണ് പൗലോസ്. പൗലോസ് പറയാ വിശ്വാസത്താലാണ് നടക്കുന്നതെന്ന്. അതെന്തുവാ? ദൈവരാജ്യത്തിനകത്ത്, ഈ രാജ്യത്തിനകത്ത് ഈ കണ്ണുകളല്ല പ്രവർത്തിക്കുന്നത്, വിശ്വാസമാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനും നിങ്ങളും യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഞാനൊരു വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞ അവൻ്റെ രാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചു. ആ രാജ്യത്തിനകത്ത് ഈ ഫിസിക്കൽ കണ്ണുകൾക്കല്ല പ്രാധാന്യം, വിശ്വാസത്തിനാണ് പ്രാധാന്യം. ഹല്ലേലൂയ പറയാം. വിശ്വാസത്തിന്റെ കണ്ണിലാണ് നമ്മൾ കാണുന്ന സകലതും. അതുകൊണ്ടാണ് നമ്മൾ പാടാറുള്ളത്, കാണുന്നു ഞാൻ വിശ്വാസത്താൽ. വിശ്വാസത്താൽ നമുക്ക് പലതും കാണാൻ പറ്റും. അത് ഫിസിക്കൽ കണ്ണുകൊണ്ടല്ല കാണുന്നത്, അല്ല അകത്തെ കണ്ണുകൊണ്ടാണ് കാണുന്നത്. നമുക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് പലതും അകത്തെ കണ്ണുകൊണ്ട് കാണാൻ കഴിയും. ഒരിക്കലും ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ബ്രദറിൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ വരികയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ടോ? ബ്രദർ എങ്ങനെയാ ദൈവദൂതന്മാരോട് സംസാരിക്കുന്നത്? ഞാൻ ആ വ്യക്തിയോട് ചോദിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ച ഒരു കാര്യം, നിങ്ങൾ എങ്ങനെയാ ദൈവത്തോട് സംസാരിക്കുന്നേ? നിങ്ങളൊന്നും വേണ്ടാത്ത എന്താ? നിങ്ങൾ ആരെങ്കിലും ദൈവം മുമ്പേ നിൽക്കുന്നത് കണ്ടിട്ടാണോ ദൈവത്തോട് സംസാരിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നവർ അങ്ങനെയാണോ? നമ്മളാരും അങ്ങനെയല്ല. ചില ആൾ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചത്? അദ്ദേഹത്തോട് സംസാരിക്കുന്ന ഇടയിൽ എനിക്ക് മനസ്സിലായി അദ്ദേഹം ചിന്തിക്കുന്നത്, ഞാനൊരു ദൈവദൂതനോട് സംസാരിക്കുന്നേക്കാൾ മുമ്പ് ദൂതനോട് വരാൻ പറയും, എന്നിട്ട് വന്നു കഴിയുമ്പോഴാണ് സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. ദൈവവചനം പറയുന്നു, വിശ്വസിക്കുന്ന ഓരോരുത്തർക്കും ദൈവം ദൈവദൂതന്മാരെ ആക്കിയിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുക്കൽ ദൈവദൂതനുണ്ട് എന്ന വിശ്വാസത്താൽ ആണ് സംസാരിച്ചു തുടങ്ങുന്നത്. എൻ്റെ അടുക്കൽ ദൈവം ഉണ്ട് എന്ന വിശ്വാസത്താലാണ് സംസാരിച്ചു തുടങ്ങുന്നത്. എൻ്റെ അടുക്കൽ പരിശുദ്ധാത്മാവ് നിൽക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സംസാരിച്ചു തുടങ്ങുന്നത്. കണ്ണിൽ കണ്ടിട്ടല്ല, കാണാതെയാ സംസാരിച്ചു തുടങ്ങുന്നത്. അനുമോളങ്ങ് വരോ. എനിക്ക് അന്നയോട് സംസാരിക്കാൻ ഒരു പാടുമില്ല. കാരണം എന്താ? എന്റെ മുമ്പിൽ നിൽക്കുക, കാണുക. എന്നാൽ ഇവിടെ ഇല്ല എന്ന് വിചാരിച്ചു നോക്കി, ഇല്ലാത്ത ആളിനോട് ഞാൻ സംസാരിക്കുന്നത് കണ്ടാൽ തന്നെ പ്രശ്നമോ? ഇല്ലാത്ത ഒരാളിനോട് ഞാൻ എന്തെങ്കിലും പറയാൻ അയാൾക്ക് വട്ടുണ്ടെന്ന് പറയും. നിങ്ങളൊരു ഹല്ലേലൂയ പറയോ? പക്ഷേ ഇല്ലാത്ത ആളിനോട് സംസാരിക്കുന്നതാണ് വാസ്തവത്തിൽ പ്രാർത്ഥന. കണ്ണി കാണാൻ കഴിയുന്നില്ല, പക്ഷെ കാണാൻ കഴിയുന്നില്ലാത്ത ആളിനോട് എന്ത് ചെയ്യുക? ഞാൻ സംസാരിക്കുകയാണ്. അതെന്തുകൊണ്ടാ? കാണാൻ കഴിയുന്നില്ലെങ്കിലും നമുക്കൊരു കാര്യം അറിയാം, ദൈവം ഉണ്ട്, ദൈവം എൻ്റെ അടുക്കലുണ്ട്. ആമേൻ പറ. എന്ന് പറഞ്ഞ ദൃശ്യമായ ലോകം അല്ലാതെ അദൃശ്യമായ ഒരു ലോകത്തോട് ആണ് പ്രാർത്ഥന കഴിക്കുന്നത്, സംസാരിക്കുന്നത്. ബൈബിൾ കുറച്ചും കൂടെ ക്ലിയർ ആയി പറയുക, നിങ്ങൾ യേശുവിലേക്ക് വന്നാൽ നിങ്ങൾ ആ രാജ്യത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ രാജ്യത്തിനകത്തേക്ക് പ്രവേശിച്ചാൽ നിങ്ങളെ കാക്കുവാൻ ദൂതന്മാരുണ്ട്, കല്ല് കാലിൽ മേൽ പോലും തട്ടാതെ സൂക്ഷിക്കുന്നവരുണ്ട്, നിനക്കൊരു കുറവും വരുത്താതെ നോക്കുവാൻ ദൈവദൂതന്മാരുണ്ട്, കാക്കയെ പോലും അയച്ചവൻ ഭക്ഷണം തന്നുകളയും. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറ. ദൂതനെ അയച്ചവൻ ഭക്ഷണം തന്നുകളയും. ആകാശത്ത് നിന്ന് മന്നകൾ വീണ് എവിടുന്നാണ് ആഹാരം വരുന്നതെന്ന് അറിയത്തില്ല, പക്ഷെ ആഹാരം വന്നു കളയും. ദൂരെ നിന്ന് എവിടെ നിന്നോ കാട വന്നു കളയും എന്ന് പറഞ്ഞ് കണ്ണിൽ കാണാത്ത സ്ഥലത്തു നിന്നെല്ലാം അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചു ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്നവരോട് പറ, കാണുന്നില്ല പക്ഷേ കാണാത്തൊരു പ്രതലത്തെ നോക്കിയാ നമ്മൾ സംസാരിക്കുന്നേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ട്? അത് ഹിന്ദു ആയാലും, ഇവിടെ ഇരിക്കുന്ന മുസ്ലിമാനായാലും, ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യാനി ആയാലും, ആരും കണ്ടുകൊണ്ടല്ല പ്രാർത്ഥിക്കുന്നേ. കാണാത്തൊരു സ്ഥലത്തെ നോക്കിയാ പ്രാർത്ഥിക്കുക. അതിന്റെ അർത്ഥം കാണാത്തൊരു സ്ഥലത്ത്
കാണുന്നതിനേക്കാൾ വ്യക്തമായി എന്നെ സഹായിക്കാൻ കഴിയുന്ന ആരോ ഉണ്ടെന്ന ഉറപ്പാണ് കാരണം. അതാണ് വേദപുസ്തകം പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചാൽ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവന്റെ രാജ്യത്തിനകത്തേക്കാണ് കയറുന്നത്. കാണാൻ കഴിയുന്നില്ലെങ്കിലും ഒന്ന് കൈയടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്നവരുടെ കാണാൻ കഴിയുന്നില്ലെങ്കിലും അവന്റെ രാജ്യത്തിനകത്തേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ അത്ഭുതങ്ങൾക്ക് കുറവില്ല, അടയാളങ്ങൾക്ക് കുറവില്ല, അസാധാരണതയ്ക്ക് കുറവില്ല, ഭക്ഷണത്തിന് കുറവില്ല, നന്മയ്ക്ക് കുറവില്ല. പക്ഷെ നമ്മുടെ പ്രശ്നം എന്നറിയോ? നമുക്ക് ഈ രാജ്യത്തിനകത്താണ് ഞാൻ ആയിരിക്കുന്നതെന്നുള്ള ബോധം എപ്പോഴും ഇല്ല. പ്രാർത്ഥിക്കുമ്പോഴേ ഉള്ളൂ, ബൈബിള് വായിക്കുമ്പോഴേ ഉള്ളൂ. അടുത്തിരിക്കുന്ന ആളോട് കൈയെടുത്തിട്ട് പറ, ഇത് എപ്പോഴും നമ്മുടെ തലയിലില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ അദൃശ്യമായ ഒരു ലോകത്തിലാണ്, ദൈവമാണ്. അത് ആ സമയത്ത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ആ അദൃശ്യ ലോകത്തിലല്ല. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം. നിങ്ങൾക്ക് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു? ഞാനൊരു ഉദാഹരണം പറയാം, കുറച്ചും കൂടെ നിങ്ങൾക്ക് സിമ്പിളാക്കാം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എൻ്റെ വിശ്വാസം. മനസ്സിലാകുന്നവരെ ഞാനിത് കൊണ്ടുപോകാം. ഒരു തിങ്കളാഴ്ച ദിവസം ഒരാൾ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. എനിക്ക് തോന്നുന്നു ഉച്ച കഴിഞ്ഞ ശേഷമോ. ഞാൻ പറഞ്ഞു എന്താ വിഷയം? അദ്ദേഹം പറഞ്ഞു ഇന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു ഒരു 3 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിക്ക്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു തോന്നൽ വന്നു, എന്തുകൊണ്ടാണ് ഞാൻ 3 മണിക്കൂർ നേരം അദ്ദേഹത്തെ കഴിഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞത്? ഉത്തരം ഞാൻ തന്നെ തിരിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മക്കളോടുകൂടെ കളിക്കുകയും ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് പോകുന്നത്. ആ പ്രശ്നത്തിൻ്റെ നടുവിൽ നിന്ന് അയാളെ രക്ഷിക്കാൻ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തെറ്റുമല്ലോ ഉണ്ടോ? എനിക്ക് തോന്നിയില്ല അപ്പോഴും തെറ്റ്. എനിക്ക് എൻ്റെ മനസ്സാക്ഷിയായിട്ട് എനിക്ക് സൂക്ഷിക്കാൻ തോന്നിയത് കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാനാണെന്ന്. പക്ഷെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ കർത്താവിനോട് ചോദിച്ചു, അപ്പോൾ ഇപ്പം നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്തത് നീ ദൈവരാജ്യത്ത് നിന്ന് പുറത്താണ്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന ചോദ്യം മനസ്സിലായോ? 3 മണിക്കൂർ എന്ന് പറഞ്ഞ നീ പോയിരുന്ന് ദൈവമായിട്ടുള്ള ബന്ധം കറക്റ്റ് ചെയ്താലേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? ഇത് എൻ്റെ പ്രശ്നമല്ല, നിങ്ങളുടെ എല്ലാം പ്രശ്നമാണ്. ഇതെൻ്റെയാണ്. എന്നെ പോലെ ബ്രദറിനെ പോലെ നിങ്ങൾക്കും ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉയർത്തി കാണിച്ച് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഞാനിന്ന് പ്രാർത്ഥിച്ചില്ല, അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ എൻ്റെ പിള്ളേരോട് കൂടെ കളിച്ചു, തമാശ പറഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. സത്യം അതങ്ങനെയല്ല. സത്യം അതല്ല. ഞാൻ പിള്ളേരോട് കൂടെ കളിച്ചാലും എനിക്കും എൻ്റെ ഭാര്യയുമായി ഒരു സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനൊന്നും ഉണ്ടായിരിക്കുമ്പോഴും എനിക്ക് എൻ്റെ ആത്മീയത നഷ്ടമാകുന്നില്ല. ഞാനിങ്ങനെ ചിലത് പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങളുടെ തലയിൽ ചില ബോധം പോകാനാട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. എന്ന് പറഞ്ഞ ഞാൻ യേശുവിൽ ജനിച്ച നിമിഷം മുതൽ ഫുൾ ടൈം, അല്ലെങ്കിൽ എൻ്റെ ജീവിതം അവസാനിക്കുന്നത് വരെ, അവസാനിച്ചതിന് ശേഷവും അവൻ്റെ രാജ്യത്തിൽ തന്നെയാണ് ഞാൻ തുടരുന്നത്. ഞാൻ ഇടയ്ക്ക് പുറത്തിറങ്ങുകയും ഇടയ്ക്ക് അകത്തു വരികയല്ല, എല്ലാം ഇപ്പോഴും അവിടെയാണ്. അടുത്തിരിക്കുന്ന 2 പേരോട് പറ, ഇടയ്ക്ക് നിങ്ങൾ പുറത്തിറങ്ങുകയും ഇടത്ത് അകത്ത് വരികയല്ല. യേശുവിൽ വിശ്വസിച്ച ദിവസം മുതൽ നിങ്ങൾ എല്ലാം ഇപ്പോഴും അവന്റെ രാജ്യത്തിനകത്താണ്. നമ്മുടെ അകത്ത് ഇത് കയറി വരാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് 1-2 ഉദാഹരണങ്ങൾ കൂടെ പറയാം. നമ്മൾ പോകുന്ന വഴിക്ക് കാലൊന്ന് തട്ടി. നമ്മൾ ആദ്യം പറയുന്ന വാചകം എന്നായിരിക്കും അറിയോ? ഇന്ന് ഇറങ്ങുന്ന നേരത്ത് ഞാൻ പ്രാർത്ഥിച്ചില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ ഇറങ്ങാൻ നേരത്തെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എല്ലാ ദിവസവും ദൈവം നിങ്ങളെ കരുതിയെന്നാണ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കാല് തട്ടാതിരുന്നതാണ് എൻ്റെ അർത്ഥം. അങ്ങനെയല്ല എൻ്റെ അർത്ഥം. നിങ്ങൾ കർത്താവിൻ്റെ മക്കളാണ്, അവൻ്റെ ചിറകിൻ്റെ കീഴിലാണെന്നും അവൻ്റെ കൈക്കുള്ളിൽ നിങ്ങൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണെന്നും ആണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചാലും ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും ഞാൻ അവൻ്റെ കൈക്കകത്ത് തന്നെയാണ്.
ഒന്ന് കൈയടിച്ചു ഒരു ഹല്ലേലൂയ പറ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറ, ഒരു ദിവസം നീ പ്രാർത്ഥിച്ചാലും ഒരു ദിവസം നീ പ്രാർത്ഥിച്ചില്ലെങ്കിലും നീ ആരുടെ കൈ കീഴില്ല? അവന്റെ കൈ കീഴിൽ, അവന്റെ നിഴലിൽ പ്രവേശിച്ച ദിവസമാണ് ഞാൻ യേശുവിൽ വിശ്വസിച്ച ദിവസം. കൈകളടിച്ച് പക്ഷെ നമുക്ക് ആ ബോധമില്ല. നമുക്ക് പ്രാർത്ഥനയ്ക്ക് വരുമ്പോഴാണ് ദൈവം എൻ്റെ അടുക്കലുള്ളത്, പ്രാർത്ഥിക്കാത്തപ്പോൾ ദൈവം എൻ്റെ അടുക്കലില്ല. ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവദൂതന്മാർ എൻ്റെ അടുക്കലുള്ളത്, ദൈവസന്നിധിയിൽ ഇരിക്കാത്തപ്പോൾ നമ്മുടെ കൂടെ ദൈവദൂതന്മാരില്ല. ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. നമ്മൾ പറയണം, ഞാൻ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുമായി കളിക്കുമ്പോഴും എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോഴും ഞാൻ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോഴും എൻ്റെ കൂടെ ആ സാന്നിധ്യം ചലിക്കുകയാണ്. ഓ ഹലബഹസബ, come on, come on, come on. ഞാൻ എവിടെയായിരിക്കുമ്പോഴും, ഞാൻ എന്ത് ചെയ്യുമ്പോഴും, ഏത് കാര്യങ്ങളിലായിരിക്കുമ്പോഴും, ദൈവഹിതത്തിൽ നിന്ന് മാറ്റമില്ലാത്ത എന്ത് കാര്യം ചെയ്യുമ്പോഴും അവന്റെ സാന്നിധ്യത്തിലാണ്, അവന്റെ രാജ്യത്തിലാണ്. എനിക്ക് തോന്നുന്നു പാസ്റ്റർ യേശുദാസ് എന്ന് പറയുന്ന എസക്കലിന്റെ അളിയൻ ഒരിക്കൽ അഞ്ചലിൽ വന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഞങ്ങളെല്ലാവരും ഉത്തരം പറഞ്ഞ് ഭയങ്കര ബ്ലണ്ടർ ആയിരുന്നു. നിങ്ങൾ എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വീണു, എവിടേക്ക് വീഴും? ഒരാൾ ആദ്യം തന്നെ പറഞ്ഞു വെള്ളത്തിൽ വീഴുമെന്ന്, വേറെ ആൾ പറഞ്ഞു ആകാശത്തിൽ വീഴുമെന്ന്. സത്യമൊന്നുമല്ല സഹോദരങ്ങളെ, എവിടെ വീണാലും ഫ്ലൈറ്റിനകത്ത് തന്നെ വീഴാൻ ഒക്കത്തുള്ളൂ. നിങ്ങൾ ആകാശത്തിലും വീഴത്തില്ല, കടലിലും വീഴത്തില്ല. ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്ലൈറ്റ് വീണെങ്കിൽ അതെവിടെ വീഴത്തുള്ളൂ? ഫ്ലൈറ്റിനകത്തേ വീഴത്തുള്ളൂ. ഞാനും ചിന്തിച്ചു, ശരിയാണല്ലോ ദൈവമേ, ഞാൻ വീണ ഞാൻ എവിടെ പോവാനാ? അടുത്തിരിക്കുന്നവരോട് പറ, നീ വീണാലും അവന്റെ കൈക്കകത്തായിരിക്കുന്നതെന്ന് പറ. അത് നമുക്ക് സമ്മതിക്കാൻ വയ്യ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ദൈവം എന്നെ ഉപേക്ഷിച്ചു, അങ്ങനെയല്ല സഹോദരങ്ങളെ. ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ, അവന്റെ കയ്യിലല്ല നിങ്ങൾ വീണിരുന്നതെങ്കിൽ ഇന്ന് നിങ്ങൾ ഇവിടെ കാണത്തില്ലായിരുന്നു. അവന്റെ കരങ്ങളിൽ നിങ്ങളെ സൂക്ഷിച്ചത് കൊണ്ടാണ്, അവന്റെ കരങ്ങളിൽ നിങ്ങൾ ആയിരുന്നത് കൊണ്ടാണ്, നിങ്ങൾ തെറ്റിപ്പോയപ്പോഴും അവൻ നിന്നെ പിടിച്ചത് കൊണ്ടാണ്, നിങ്ങൾ അകന്നു പോയപ്പോഴും അവൻ നിന്നെ പിടിച്ചത് കൊണ്ടാണ് ഞാനും നിങ്ങൾ ഇവിടെ ഇന്ന് ഇരിക്കുന്നത്. ചേർന്ന് കൂടെ ഉണ്ടെങ്കിൽ കൈ ആമേൻ പറയാം. ഞാൻ നശിക്കാതിരുന്നത് അവൻ കരുതിയത് കൊണ്ട്, ഞാൻ ഇല്ലാതാകാഞ്ഞത് അവൻ പിടിച്ചത് കൊണ്ട്, അവന്റെ കൈക്കോളിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവന്റെ കൈകളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയത്തില്ല. എൻ്റെ പിതാവ് എന്നിലും വലിയവനാണ്, അവന്റെ കൈക്കുള്ളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആരും കഴിയത്തില്ല. ഞാൻ അവന്റെ ഉള്ളിലാണ്. സഹോദരങ്ങളെ, സങ്കീർത്തനക്കാരന് ഈ ബോധം ഉണ്ടായിരുന്നു. സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുന്നവൻ യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതം, അവൻ എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം. ഓ, രാത്രിയിലെ ഭയം എനിക്കില്ല, പകൽ പറക്കുന്ന അസ്ത്രം എന്നെ തൊടത്തില്ല, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന ഒന്നും എന്നെ നശിപ്പിക്കത്തില്ല. കാരണം ഞാൻ അവന്റെ നിഴലിലാണ്, ഞാൻ അവന്റെ രാജ്യത്തിലാണ്. ഇപ്പോഴുള്ള പനി എന്നെ തൊടത്തില്ല, ഒരു വൈറസും എന്നെ തൊടത്തില്ല, ഒരു ജലദോഷം എന്നെ പിടിക്കണ്ട. വൈരികൾ എന്റെ തൊടുവാൻ വരുമ്പോ ഒരു ഇടറി വീഴത്തേ ഉള്ളൂ. ഞാൻ നശിക്കത്തില്ല, ഞാൻ ഇല്ലാതാകത്തില്ല, ഞാൻ അവന്റെ കൈക്കീഴിലാണ്. സങ്കീർത്തനക്കാരൻ എന്തുകൊണ്ടായിരുന്നു? ഞാൻ അവന്റെ നിഴലിൻ കീഴിലാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഞാനവൻ ആ നിഴലിൻ കീഴിലാണെന്ന് പുതിയ നിയമത്തിൽ പറയുന്നതാണ്, ഞാൻ അവന്റെ രാജ്യത്തിലാണ്. ഒന്ന് കൈയടിക്കേ, ഹല്ലേലൂയ പറ. നീയും ഞാനും അവന്റെ രാജ്യത്തിനകത്താണ്, അവന്റെ രാജ്യത്തിനകത്താണ്. ആ രാജ്യത്തിന് ചുറ്റും ഒരു കോട്ടയുണ്ട്. ആ രാജ്യത്തിന് ചുറ്റും ഒരു കോട്ടയുണ്ട്. കുറച്ചും കൂടെ കയറി പറയാം, നിന്റെ വീടിന് ചുറ്റും ഒരു കോട്ടയുണ്ട്, നിന്റെ സന്തതികൾക്ക് ചുറ്റും ഒരു കോട്ടയുണ്ട്. ഇയ്യോബിനെ നോക്കിയ കള്ളൻ പിശാച് യേശുവിന്റെ അടുക്കൽ വന്നപ്പോ അവൻ ചോദിച്ച ചോദ്യമുണ്ട്, നീ
അവനും അവനുള്ളതിന് ചുറ്റും വേലി കെട്ടിയിരിക്കുവാണെന്ന്. ഒരു പിശാചിന് നിന്റെ ഭവനത്തെ തൊട്ട് ഇല്ലാതാക്കാൻ പറ്റത്തില്ല. യു ആർ കവേർഡ്, യു ആർ കവേർഡ്. നീ സുരക്ഷിതനാണ്, നീ സൂക്ഷിക്കപ്പെട്ടവനാണ്, നീ കരുതപ്പെട്ടിരിക്കുകയാണ്. അവന്റെ ആ വലയത്തിനകത്താണ്, അഗ്നി വലയത്തിനകത്താണ് നീ ആയിരിക്കുന്നത്. അഗ്നി മതിലിനകത്താണ് നീ ആയിരിക്കുന്നത്. ഒരാൾക്കും അതിൽ നിന്ന് നിന്നെ പറിക്കാൻ കഴിയത്തില്ല, സാധിക്കത്തില്ല, സാധിക്കത്തില്ല. നമ്മുടെ പ്രശ്നം എന്നാന്നറിയാം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സൂക്ഷിക്കുമെന്നും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവം കളയുമെന്നും. പ്രാർത്ഥിക്കേണ്ടെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് അവന്റെ നിഴലിന്റെ കീഴില, അവന്റെ രാജ്യത്തിന്റെ കീഴില, അവന്റെ ചിറകിന്റെ കീഴില ഒരാൾക്ക് എന്നെ പറിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ കോഴി കുഞ്ഞിനെ മറയ്ക്കും പോലെ സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ടോ? സത്യത്തിൽ കോഴി കുഞ്ഞിനെ മറയ്ക്കും പോലെ എന്ന് ബൈബിൾ പറയുന്നതിന്റെ അർത്ഥം അത് ഒരെണ്ണം കേറാതെ വണ്ണം, ശത്രുവിനെ കാണാതെ വണ്ണം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ പ്രശ്നം ചില സമയത്ത് ഞാൻ ആത്മീയനാണ്, ചില സമയത്ത് ആത്മീയനല്ല. അങ്ങനെയല്ല. നിങ്ങൾ എല്ലാ സമയത്തും ആത്മീയരാണ്. നിങ്ങൾ വീട്ടിൽ വന്ന ഒരു സാഹചര്യം ഉണ്ടായി, നമ്മുടെ വായിൽ നിന്ന് മോശമായിട്ട് എന്തെങ്കിലും പറയാൻ വരുമ്പോൾ നിങ്ങൾ ആ സമയത്ത് അന്യഭാഷ പറയണം. ദേഷ്യം വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇടർച്ച ഉണ്ടാകുന്ന, സെക്ഷുവലായി ടെംപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾ അതിന് നന്ദി, കർത്താവിന് സ്തോത്രം ചെയ്യണം. സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങളുടെ വായിൽ സ്തോത്രം വരണം, സ്തുതി വരണം, ആരാധന വരണം. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് മനസ്സിലാകും ആ സാന്നിധ്യം എന്നോടൊപ്പം എപ്പോഴും ചലിക്കുന്നു, ആ സാന്നിധ്യം എപ്പോഴും എന്നോട് നടക്കുന്നു, അവൻ എൻ്റെ കൂടെ നിങ്ങൾക്കത് മനസ്സിലാകും. ട്രൈ. അടുത്തിരിക്കുന്നവരോട് പറ, പരിശ്രമിക്കേ, അവന്റെ കൃപ അതിന് നിന്നെ സഹായിക്കും. കൈകളുടെ ചുരി ഹല്ലേലൂയ പറ. വീഴാതെ വണ്ണം അവൻ നിന്നെ സൂക്ഷിക്കും, തളരാതെ വണ്ണം അവൻ നിന്നെ കാങ്ങും. അവന്റെ കൃപ നിനക്ക് മതിയായത്. ഇനഫ്, ഇറ്റ് ഈസ് ഇനഫ്. റോനാനാ സലീനാ റോക്കോ സിലിയാന്തലൊക്കോ സത്യത്തിൽ നമ്മൾ ഈ ലോകത്തിലുള്ളവരല്ല. അതുകൊണ്ട് യോഹന്നാൻ 17:14 വീട്ടിൽ പോയി വായിക്കണം. നിങ്ങൾ മലയാളത്തിൽ വായിക്കരുത്, ഇംഗ്ലീഷ് വായിക്കണം. നിങ്ങൾ ലൗകികരല്ല എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ലോകക്കാരല്ല, ഞാൻ ലോകത്തിൽ നിന്ന് നിങ്ങളെ എടുത്തിരിക്കുകയാണ്. ഒന്ന് കരമുയർത്തി പറഞ്ഞു, ഞാൻ ലോകക്കാരനല്ല, ഞാൻ ലോകത്തിൽ നിന്ന് എടുക്കപ്പെട്ടയാളാണ്. I am not belong to this world. I am away from this world. I am take out of this world. I am away from this world. ഞാൻ ദൂരെയാണ് ഈ ലോകത്തിൽ നിന്ന്. അടുത്തിരിക്കുന്നവരോട് പറ, I am living in this world but not belong to this world. I am living in this world but I am not belong to this world. ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിലാണ്, പക്ഷേ ഈ ലോകത്തിന് ഉള്ളവനല്ല, ഞാൻ ദൈവരാജ്യത്തിനുള്ളവനാണ്. യോഹന്നാൻ 15:18 ഈ ലോകത്തിലുള്ള യേശു കർത്താവ് പറയും, എന്നെ ലോകം പകച്ചു എന്ന് പറഞ്ഞ ലോകത്തിൽ യേശു ജീവിച്ചപ്പോൾ ലോകക്കാരെല്ലാം അവനെ വെറുക്കുകയും പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അത് നിങ്ങൾക്കും ഉണ്ടാകാം. പക്ഷെ ബോധറായി ചെയ്യല്ല, അതിനെ ബോധർ ചെയ്യല്ല, അതിനെ കാര്യമാക്കല്ലേ. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾ ലോകത്തിലുള്ളവരല്ല. നിങ്ങൾ പറയും, ബ്രദറിന് ഇങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ കാരണം എന്നാണെന്നറിയോ? ബ്രദർ ഫുൾ ടൈം കർത്താവിൻ്റെ വേലയിലാണ്. അങ്ങനെ ആയിരിക്കുന്ന ആളുകൾക്ക് ആ സ്പിരിച്വാലിറ്റി നഷ്ടമാകത്തില്ല. നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ജോലിക്ക് പോകും. ജോലിക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള എല്ലാവരും അങ്ങനെയൊന്നും അല്ല. അവർ പലരും പല സ്വഭാവക്കാരാ, അവർ പലതും മോശം പറയും. അതോടെ പിന്നെ പോകും. പിന്നെ തിരിച്ചു വരുമ്പോഴാ ഞങ്ങൾ ആത്മീയത്തിലേക്ക് കയറുന്നേ. അതെനിക്ക് പിടികിട്ടുന്നില്ല. അവരെങ്ങനെയാ വീട്ടിലേക്ക് പുറത്തു പോകുമ്പോൾ അവരെന്താവും? ആത്മീയരല്ലാതാവും. അകത്ത് വരുമ്പോൾ എന്താകും? ഞാനൊരു ബിസിനസ് സ്ഥാപനം നടത്തിയിരുന്ന സമയത്താണ് ഞാൻ യേശുവിനെ അറിയുന്നത്. ഞാൻ ആ സ്ഥാപനത്തിൽ വന്നുകൊണ്ടിരുന്ന സകല ആളുകളോടും ഗോസ്പൽ പറഞ്ഞു. ഞാൻ ഏറ്റവും ആദ്യം യേശുവിലേക്ക് നയിച്ചവരെല്ലാം ആ സ്ഥാപനത്തിൽ വന്നവരായിരുന്നു.
ഞാൻ ആ സ്ഥാപനത്തിൽ നേരത്തെ വന്ന ആളുകളോട് പഞ്ചാര പറഞ്ഞവരുണ്ടായിരുന്നു. അവർ ചോദിച്ചു, നിനക്ക് എന്തോ പറ്റിയടേ? ഒരു നാണമില്ലാതെ പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടു. ഞാൻ എൻ്റെ ചീത്ത സ്വഭാവങ്ങൾ കളഞ്ഞു. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദകീർത്തനം ഹല്ലേലൂയ പറയാവോ? നിങ്ങൾ പറയുന്നത് ഞാൻ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരു തരികിടയും ബിസിനസ് ചെയ്യരുത്, ടാക്സ് കൊടുക്കണം. അടുത്തിരിക്കുന്നവരോട് പറ, ഇൻകം ടാക്സ് കൊടുക്കണം, ഗവൺമെന്റിനുള്ള ഗവൺമെന്റിന് കൊടുക്കണം, ടാക്സ് കൊടുക്കണം. അതും കൂടെ നിങ്ങൾ വിഴുങ്ങല്ലേ? നിങ്ങൾ ആരും ഒന്നും മിണ്ടാത്ത എന്താ? ഒരു ഹല്ലേലൂയ പറയാത്ത എന്താ? നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്താലേ കാശുണ്ടാകത്തുള്ളൂ. അങ്ങനെയല്ല. ദൈവമായി നടന്നാൽ നിങ്ങൾ സമ്പന്നരാകും. ദൈവമായ ബന്ധത്തിൽ ജീവിച്ചാൽ നിങ്ങൾ ഉയരും. ദൈവമായുള്ള ബന്ധത്തിൽ ജീവിച്ചാൽ നിങ്ങളെ ദൈവത്തിന് മാനിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പ്രധാന ചിന്തയിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്ത് ബോധം ഉണ്ടാവണം? ഐ ആം ഇൻ ദ സ്പിരിച്വൽ വേൾഡ്. ഞാൻ ആത്മലോകത്തിലാണ് ആയിരിക്കുന്നത്. യേശു കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു പറയുക, ഞാൻ സ്വർഗത്തുനിന്ന് വന്നവനാണ്, സ്വർഗത്തിലുള്ളവനാണ്, ഈ ഭൂമിയിൽ സ്വർഗമായി നടക്കുന്നവനാണ്. ഇത് തന്നെയായിരിക്കണം നമ്മളും. ഞാൻ ദൈവ പൈതലാണ്. ഞാൻ അവൻ്റെ രാജ്യത്തിനകത്താണ്. അവൻ്റെ രാജ്യത്തിനകത്താണ് ഞാൻ ആയിരിക്കുന്നത്. എനിക്ക് ചുറ്റും ഒരു ആത്മലോകമുണ്ട്. നിങ്ങളൊരു 4 പേര് വരാോ? 4 പേര് വരാോ? ഒന്ന് വട്ടത്തിൽ നിൽക്കാവോ? ഓടിയോ എൻ്റെ ചുറ്റും. എനിക്ക് ചുറ്റും ഒരു ആത്മലോകമുണ്ട്. ഞാൻ നടക്കുമ്പോൾ ഈ അങ്ങോട്ട് പോ, ഈ ലോകം എന്നോടൊപ്പം സഞ്ചരിക്കുക ചെയ്യുന്നേ. സോ സിമ്പിൾ. ഞാനൊരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് കയറി ചെന്നാൽ ഈ ലോകവും അതുപോലെ എൻ്റെ കൂടെ ആ ബിസിനസ് സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലും. അവിടെയുള്ളൊരു ദുർശക്തി എന്നെ അറ്റാക്ക് ചെയ്യത്തില്ല. ഹോൾ ഹെവനാണ് എൻ്റെ കൂടെ ഉള്ളത്. എനിക്ക് അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാനായി പറ്റും. Come on. ഹല്ലേലൂയ. ഈ വലയത്തിനകത്ത് ദൂതന്മാരുണ്ട്, ദൈവ സാന്നിധ്യമുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ദൈവശക്തിയുണ്ട്. Wherever I go, I carry the presence in the heaven. യേശു ഈ ബോധ്യത്തിലാണ് നടന്നത്. യേശു എവിടെ സഞ്ചരിച്ചപ്പോഴും ഈ ബോധ്യത്തിലാണ് നടന്നത്. നിങ്ങളുടെ ഉള്ളിലും ഈ ബോധ്യം വരണം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എനിക്ക് ഒന്നും മുട്ടുണ്ടാകത്തില്ല. എങ്ങനെ മുട്ടുണ്ടാകാനാ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ എങ്ങനെ മുട്ടുണ്ടാകാനാ? സ്വർഗം എനിക്ക് ചുറ്റുമുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ മുട്ടുണ്ടാകാനാ? നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും എന്നെ പിന്തുടരും. കാരണം സ്വർഗം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നേ, നന്മയാ എൻ്റെ കൂടെ ഉള്ളതാ. എൻ്റെ നന്മയെ നിർത്തിക്കളയാൻ ഒരാൾക്കും കഴിയത്തില്ല. എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് നിന്റെ അകത്തെ നന്മയെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇത് വേറൊരു വേൾഡാണ്. പുറത്തുനിന്നൊന്നും ഒരു ശക്തിക്ക് ഇതിനകത്ത് കയറി നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിനക്ക് തോന്നാം ശത്രുക്കൾ എന്നെ ആക്രമിക്കുമെന്ന്, പക്ഷെ തൊടത്തില്ല. നീ സുരക്ഷിതനാണ്. ഞാൻ എന്തിനാ ഈ പറയുന്നതെന്നറിയോ? പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ ഭൂമിയിൽ പ്രദർശനമാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ബോധ്യം, ഐ ആം ഇൻ ദ കിങ്ഡം. ഞാൻ രാജ്യത്തിനകത്താണ്. നിങ്ങൾ ഇപ്പോഴും എത്തിയില്ലെങ്കിൽ ഞാൻ തിരിച്ച് പുറത്തോട്ട് ഇറങ്ങും. കൈയടിച്ചു ആമേൻ പറ. പരിശുദ്ധാത്മാവിനൊരു വ്യക്തിയിൽ അസാധാരണമായി ചിലത് ചെയ്യാൻ കഴിയണമെങ്കിൽ അയാളുടെ അവയർനെസ്, ബോധം അയാളുടെ ചുറ്റും ദൈവരാജ്യവുമായിട്ടാണ് അയാൾ നടക്കുന്നതെന്നും അയാളുടെ ഗൈഡൻസും അയാളുടെ എല്ലാം നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നും ഒരാളുടെ ഉള്ളിൽ ആഴത്തിൽ പതിയുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകുന്നത്.
നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ഒരു മിനിറ്റ് നിൽക്കണേ നിങ്ങൾ. കാതറിൻ കുൾമാൻ എന്ന് പറയുന്നൊരു സ്ത്രീ, അവർക്ക് ഗവൺമെന്റ് എയർപോർട്ടിനകത്ത് സെപ്പറേറ്റ് ആയൊരു വഴി വെച്ചു. എന്തുകൊണ്ടാണ് കാര്യം എന്നറിയാം നിങ്ങൾക്കാവും? ആ എയർപോർട്ടിൽ പോയാൽ എമിഗ്രേഷനിൽ ഇരിക്കുന്ന സകല ആളുകളും ബോധം കിട്ടി വീഴും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എല്ലാവരും ബോധം കിട്ടി വീഴും. അതുകൊണ്ട് ഗവൺമെന്റ് തീരുമാനം എടുത്തു, ഇവർ പോകുന്ന വഴി ഒരു പ്രത്യേകമാണ്. കാരണം അവർ സഞ്ചരിക്കുന്ന വശത്ത് അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ മറിഞ്ഞു വീണുകൊണ്ടേയിരിക്കും. കാതറിൻ കുമാന്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവരെ ഒരിക്കൽ അടുക്കളയിലൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ ആരുമില്ല, എല്ലാം ബോധം കിട്ടി കിടപ്പുണ്ട്. കാതറിൻ പറയുന്ന ഉദാഹരണം എന്നാന്നറിയോ? ഐ ആം വാക്കിംഗ് വിത്ത് ഹെവൻ. ഞാൻ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാറരുത്. പരിശുദ്ധാത്മാവ് വന്നത് നിങ്ങളെ സ്വർഗവുമായി നടത്താനാണ്. Come on, say hallelujah. പരിശുദ്ധാത്മാവ് വന്നത് ഈ ചുറ്റും നിൽക്കുന്നവർക്കൊരു കാര്യം അടിക്കുന്നുണ്ടാവേ, അസാധാരണമായ എന്തോ ഇവരെ തൊടുന്നുണ്ടാവും. കാരണം എൻ്റെ സർക്കിൾ എനിക്കറിയാം, ആ സർക്കിളിനകത്ത് അവർ നിൽക്കുന്നേ. എനിക്കറിയാം ഞാൻ ഏത് സർക്കിളിനകത്താണ് ഉള്ളതെന്ന്. ചില സമയത്ത് അത് വൈഡഡ് ആയാൽ അങ്ങേ അറ്റം വരെ ആ സർക്കിൾ വലിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. Wherever you go, you carry the heaven. Wherever you go, you are carrying the heaven. Wherever you go, you carrying the heaven. എവിടെ പോയാലും നിങ്ങൾ സ്വർഗത്തെ കൊണ്ട് നടക്കുന്നേ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നത് നിങ്ങളുടെ ലൈഫിൽ സ്വർഗത്തെ യാഥാർത്ഥ്യമാക്കാനാണ്. അഭിഷേകം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാം നിങ്ങൾക്ക്? അഭിഷേകം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? സ്വർഗത്തെ നിങ്ങളുടെ ലൈഫിൽ യാഥാർത്ഥ്യമാക്കുകയാണ് അഭിഷേകത്തിലൂടെ ദൈവം ചെയ്തത്. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്താ നടന്നതെന്നറിയാവോ? ദൂതന്മാർ, ദൈവം, യേശു, ഇതെല്ലാം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകുകയാണ് ചെയ്തത്. അതിനാ പരിശുദ്ധാത്മാവ് വന്നത്. I am walking with heaven. I am walking with. നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിക്കും പറയുന്നത് കേൾക്കണം. സ്വർഗമായി ഞാൻ നടക്കുന്നു എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ മേൽ വന്നത്. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നതിന്റെ ഉദ്ദേശം സ്വർഗമായി ഞാൻ നടക്കുന്നു എന്ന് എൻ്റെ അകത്തെ സ്പിരിറ്റ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് വന്നത്. കട്ടിയുള്ള കാര്യമല്ല ഇത്. അവിശ്വാസിയായ ഒരു പുതിയൊരാൾക്ക് മനസ്സിലായില്ലെന്ന് വരാൻ ഡോണ്ട് വറി. പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാക്കണം, ഇന്ന് ആരെങ്കിലും യേശുവിനെ ആദ്യമായിട്ടാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ യേശുവിൽ വിശ്വസിച്ചാൽ കാണാത്ത ലോകത്തിൽ പ്രവേശിക്കാം. എന്ത് ചെയ്യാം? ഉറക്കെ പറ. യേശുവിൽ വിശ്വസിച്ചാൽ കാണാത്തൊരു ലോകത്തിലേക്ക് പ്രവേശിക്കാം. ആ ലോകത്തിൽ പ്രവേശിച്ചാൽ പ്രൊവിഷൻ ദൈവത്തിനെയാണ്, നന്മകൾ ദൈവത്തിനെയാണ്. നന്മയും കരുണയും ആയുഷ്കാലം പിന്തുടരും. ഒന്ന് നോക്കിക്കേ, ഞാൻ ഈ രാജ്യത്തിനകത്താണ്. എല്ലാവരും പറ, ഈ രാജ്യത്തിനകത്താണെന്ന് മാത്രമല്ല കേട്ടോ. പരിശുദ്ധാത്മാവ് പറയുവാ, അവൻ ക്രിസ്തുവിനോട് കൂടെ നിങ്ങളെ ഇരുത്തിയിരിക്കുക. ആരോട് കൂടെ ഇരുത്തിയിരിക്കുക? ക്രിസ്തുവിനോട് കൂടെ ഇരുത്തിയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് വലിയൊരു സിംഹാസനത്തിൽ യേശുവും അതിന്റെ ചെട്ട് സിംഹാസനത്തിൽ പിതാവ്, അതിന്റെ അടുത്ത വലിയ സിംഹാസനത്തിൽ പിതാവും, അതിന്റെ കൂട്ടത്തിൽ ഒരു സിംഹാസനം ഉണ്ടോ ഇല്ലയോ? അതോ ഞാൻ മടിയിലായിരിക്കും ഇരിക്കുന്നേ? എവിടെ ആയിരിക്കും ഇരിക്കുന്നേ? യേശുവിൽ എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ആയിരിക്കും. അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ല. ക്രിസ്തു യേശുവിൽ സകലതും ഉണ്ട്. എവിടെ ആയിരിക്കും ഇരിക്കുന്നത്? നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതിന് സിമ്പിളായി പറയാം. നിങ്ങളിപ്പോൾ എവിടെ ഇരിക്കുന്നത് തപ്പണ്ട. സിമ്പിളായി പറയാം. ചെയർ എന്ന് പറയുന്നത്, സിംഹാസനങ്ങൾ എന്ന് പറയുന്നത് റൂളിങ്ങിനെ കാണിക്കുന്നത്, അധികാരത്തെ കാണിക്കുന്നത്.
എന്ന് പറഞ്ഞ സ്വർഗീയ അധികാരത്തെ പങ്കുവെക്കുവാനായി ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നെന്ന്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ച നിമിഷം മുതൽ യേശുവിന്റെ വലതുവശത്ത് ഇരുന്നു എന്ന് പറഞ്ഞ യേശു എന്ത് കൈകാര്യം ചെയ്യുന്നു അതുപോലെ കൈകാര്യം ഈ ഭൂമിയിൽ ചെയ്യാൻ നിന്നെ അവൻ അധികാരപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ 4:17 1 യോഹന്നാൻ 4:18 പറഞ്ഞത് അവനായിരിക്കുന്നത് പോലെ നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഓ, അങ്ങോട്ട് പോണ്ടല്ലേ? നിങ്ങൾ എൻ്റെ ഒപ്പം എത്തി ഒരു ഹല്ലേലൂയ പറയാം. ശബ്ദം ഹല്ലേലൂയ പറയാം. ഒരു കസേര എടുത്തോടുന്നേ, വേഗം വാ. അതും കൂടെ എടുത്തോ സാറേ, അതും കൂടെ എടുത്തോ. ഉദാഹരണം പറയാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അനീഷ് ഇവിടെ വന്നിരുന്നേ, ജോഹമാൻ അവിടെ ഇരുന്നേ, അപ്പുറത്തിരിക്കെ. ഇത് മതി, 2 കസേര മതി. ഇത് പിതാവാം ദൈവം, ഇത് പുത്രനായ ദൈവം. എൻ്റെ ചെയർ അവിടെ മടിയിലായിരിക്കും. എല്ലാരും കൂടെ ഇരുത്താനുള്ള കസാര ഉണ്ടാവുമോ? കസാര ഇട്ട ഇവിടെ ഒരാള്, അടുത്തൊരാള്, അവസാനം വരുന്ന ആൾക്ക് ഏതാണ്ട് കൂരം പോയി കിടക്കുക. ആണെന്നോ അല്ലെന്നോ? അവസാനം ചെല്ലുന്ന ആളുടെ സീറ്റ് എവിടെ ആയിരിക്കും? കോടാനുകോടി മനുഷ്യരല്ലേ? അല്ലെങ്കിൽ യേശു കർത്താവ് ഇവരെല്ലാവരെയും കൂടെ മടിയിലിരുത്തണം. ഇരിക്കാവോടാ? ദാറ്റ് ഈസ് ആൾസോ ട്രൂ. ക്രിസ്തു യേശുവിലാണ് നമ്മളായിരിക്കുന്നത്. അത് കുറച്ചും കൂടെ വലിയ ചിന്തയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ക്രിസ്തു യേശുവിൽ നമ്മളായിരിക്കുക. അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനിൽ നിന്ന് നമ്മൾ വെളിപ്പെടുന്ന അത് അങ്ങോട്ട് പോകണ്ട. പുതിയ ആൾക്കൊന്നും മനസ്സിലായി. പക്ഷേ ഇത് കാണിക്കുന്നത് എന്നാന്നറിയോ? ഈ ചെയർ കാണിക്കുന്നത്, ഈ ചെയറിനെ കാണിക്കുന്ന അധികാരമാണ്. എന്ന് പറഞ്ഞ നീ കമോൺ, ദൈവരാജ്യത്തിൽ നീ പ്രവേശിച്ച നിമിഷം മുതൽ പിതാവിന്റെ വലതുവശത്ത് അവൻ അധികാരത്തിന്റെ ഏത് അധികാരമാണ് വാഴുന്നത് അതിനകത്തേക്ക് നീ കയറിയിരിക്കുവാണ്. നിന്റെ അധികാരം നീ അറിയണം. നീ എന്ന് പറഞ്ഞ നീ ആരുടെ? ഭയങ്കരോ? ആ രാജ്യത്തിനകത്ത് അധികാരിയായിരിക്കും. ആ രാജ്യത്തെ യാഥാർത്ഥ്യമാക്കി തരാനും ഈ സത്യങ്ങളെ നിനക്ക് പരിപൂർണമായി മനസ്സിലാക്കി തരുവാനുമാണ് പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ വന്നത്. അല്ലെങ്കിൽ എത്ര ചിന്തിച്ചാലും ഈ രാജ്യത്തെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. സങ്കല്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷേ ലിറ്ററലി പിടികിട്ടത്തില്ല. പിടികിട്ടണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. ഒന്ന് പറയാവോ? ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ദൈവരാജ്യം ചലിക്കുന്നുണ്ടോ? ഞാൻ എവിടെ പോയാലും ദൈവരാജ്യം എൻ്റെ കൂടെ. യേശു എവിടെ സഞ്ചരിച്ചപ്പോഴും പറഞ്ഞു, ഞാൻ അവന്റെ രാജ്യത്തിനകത്താണ്. ഞാൻ അവന്റെ രാജ്യത്തിനകത്താണ്. യേശു ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴും പറഞ്ഞു, ഞാൻ സ്വർഗീയനാണ്. ഒന്നുറക്കെ പറ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും സ്വർഗീയനാണ്. എന്റെ അപ്പൻ MM ദാരുകുട്ടിയല്ല, സ്വർഗീയ പിതാവാണ്. ഞാൻ ജനിച്ചത് MM ദാരുകുട്ടിയിൽ നിന്നല്ല, പകരം സ്വർഗീയ പിതാവിൽ നിന്നാണ്. Come on. ആ മനുഷ്യനാണ് ഈ രാജ്യത്തിനകത്തുള്ളത്. ഒരു ഹല്ലേലൂയ പറയാം, ദൈവത്തിന് നന്ദി പറയാം. ഞാൻ എന്തുകൊണ്ടാണ് ഇന്ന് ഇത് പറയുന്നതെന്നറിയോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പറഞ്ഞ് അവസാനിപ്പിച്ചെന്ന് ഓർമ്മയുണ്ടോ? ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. യേശു പരിശുദ്ധാത്മാഭിഷേകം, ഈ പോയിന്റുകൾ നിങ്ങൾ വിട്ടുപോകരുത്. ഇത് സെൻസിറ്റീവ് ആയൊരു സ്ഥലമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുന്നത് വരെ ഒന്നും ചെയ്തില്ല. വൈ? എന്തുകൊണ്ട് ചെയ്തില്ല? ശരിക്കും പറയാം, പരിശുദ്ധാത്മാഭിഷേകം വരുന്നത് വരെ സ്വർഗം ആർക്കും യാഥാർത്ഥ്യമാകത്തില്ല. കട്ടിയുള്ള വാചകമായി പോയി. എല്ലാവരും നിശബ്ദരായി. അതിൻ്റെ അർത്ഥം
പരിശുദ്ധാത്മാഭിഷേകം കൂടാതെ സ്വർഗം, പിതാവ്, പുത്രനായ യേശു, ഇതൊന്നും നമുക്ക് യാഥാർത്ഥ്യമാകത്തില്ല. പരിശുദ്ധാത്മാഭിഷേകം വന്നാൽ മാത്രമേ ഇതെല്ലാം എനിക്ക് യാഥാർത്ഥ്യമാകത്തുള്ളൂ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. എല്ലാവരും പറ, ആ ശക്തി എന്ന വാക്കിനെയാണ് നമ്മൾ ചിന്തിച്ചത് ഡുനാമിസ്. എല്ലാവരും പറ, ഡുനാമിസ്. നമ്മൾ പറഞ്ഞു ഡൈനാമിക് എബിലിറ്റി ടു കോസ് ചേഞ്ചസ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത പറയാവോ? 5 മിനിറ്റ് കൂടെ ക്ലോസ് ചെയ്യാം. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ചിന്ത, നമ്മുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ടേൺ ചെയ്യും. 1 ശമൂവേൽ 10:6 മുതൽ വായിച്ചാൽ നമുക്ക് കാണാം, അത് ഒരു പുതിയ മനുഷ്യനാക്കും, ആള് മാറിയവനെ പോലെയാകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടോട്ടലി ചേഞ്ച് ആകും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്ത് ചെയ്യും? ടോട്ടലി ചേഞ്ച് ആകും. നമുക്ക് കൃപാവരങ്ങൾ ഉണ്ടാകും, ആത്മീയ അനുഭവങ്ങൾ ഉണ്ടാകും, അന്യഭാഷ സംസാരിക്കും. പക്ഷെ അതോടുകൂടി നമ്മൾ നിർത്തിക്കളയും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എൻ്റെ മേൽ വന്നത് എന്നെ ശക്തീകരിക്കാനാണ്. സ്വർഗത്തെ യാഥാർത്ഥ്യമാക്കാനാണ്. ഒന്ന് പറ, സ്വർഗത്തെ യാഥാർത്ഥ്യമാക്കാനും എന്നെ ശക്തിപ്പെടുത്തുവാനും. ഉറക്കെ പറ, അതുകൊണ്ടാ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ശക്തി പ്രാപിക്കും. ഉറക്കെ പറ, ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു വരുന്ന കരമുയർത്തിക്ക്. ശക്തി പ്രാപിച്ചു വരുന്ന കരമുയർത്തിക്ക്. ഇനി ചോദ്യം നിങ്ങളോടാണ്, ശക്തരാന്ന് പറയുന്ന കരമുയർത്തിക്ക്. കണ്ടോ, പകുതി കയ്യേ പൊങ്ങുന്നുള്ളൂ. ശക്തന്മാരുടെ കൈ ഒന്ന് കാണട്ടെ. ഒന്ന് ഉറക്കെ ഉയർത്തിയിട്ട് പറഞ്ഞു, ഞാൻ ശക്തനാണ്. ഇനി ഒന്ന് ശ്രദ്ധിക്കാവോ? നിങ്ങൾക്ക് 2 പേരൊന്ന് വരാവോ? നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ. ഓടിയോ, അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കാവോ? അങ്ങോട്ട് ഫേസ് ചെയ്യുന്ന ഇദ്ദേഹത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ശക്തി വന്നു. ആ ശക്തി വന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ട്രാൻസ്ഫോം ചെയ്യാനാണെന്നാണ് നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ അറിയാവുന്ന കാര്യം അതിന് മാത്രമാണെന്നാണ് ഏറ്റവും പ്രയാസമുള്ള കാര്യം. ഇത് വന്നത് ഇദ്ദേഹത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ. എന്നാൽ ദൈവശക്തി വ്യാപരിച്ചത് ഇദ്ദേഹത്തെ ട്രാൻസ്ഫോം ചെയ്യാൻ മാത്രമല്ല, നിങ്ങൾ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തേ. ശക്തി പ്രാപിച്ചതിനൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. നിന്റെ സറൗണ്ടിങ്ങിലുള്ള സകലത്തെയും വ്യത്യാസപ്പെടുത്താൻ കൂടെയാണ് നിനക്ക് ദൈവം ശക്തിയെ തന്നത്. എന്നാൽ 99% ആളുകൾ ശക്തി പ്രാപിക്കുകയും അവരുടെ ലൈഫിന് മാറ്റം വരുന്നതോടുകൂടിയും ചെയ്ത് അവർ സെറ്റിലാകും. എന്നാൽ നിങ്ങൾ അറിയേണ്ടത്, ശക്തി പ്രാപിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരാൻ മാത്രമല്ല, അത് തന്റെ ചുറ്റുപാടിനെ മാറ്റാൻ കൂടെയാണ് നിന്റെ മേൽ ദൈവം ശക്തി പകർന്നത്. യേശു ദൈവത്തിന്റെ ശക്തി പ്രാപിച്ചിട്ട് ഏറ്റവും ആദ്യം ചെയ്ത കാര്യം എന്താ? രോഗിയെ സൗഖ്യമാക്കുകയല്ല യേശു ചെയ്തത്. യേശു ഏറ്റവും ആദ്യം ചെയ്തത് വെള്ളത്തെ വീഞ്ഞാക്കുകയാണ്. 2-ാം അധ്യായം 7-ാം വാക്യം മുതൽ എല്ലാവരും പറ, എന്ത് ചെയ്തു? രോഗസൗഖ്യം നമ്മുടെ തലയിലുള്ള കാര്യമാണ്. ഭൂതങ്ങൾ പോകുക നമ്മുടെ തലയിലുള്ള കാര്യമാണ്. പക്ഷെ വെള്ളത്തെ ട്രാൻസ്ഫോം ചെയ്യുക നമ്മുടെ തലയിലുള്ള കാര്യമല്ല. യേശുവിന്റെ അകത്ത് ശക്തി വന്നത് രോഗികളെ സൗഖ്യമാക്കാൻ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാരണം കുറെ നാളുകളായി കേൾക്കുന്ന കാര്യമാണ്. ഭൂതങ്ങളെ പുറത്താക്കാൻ അത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ആ ശക്തിക്ക് ഇങ്ങനും കൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു. വെള്ളത്തെ വീഞ്ഞാക്കാൻ പറ്റുമായിരുന്നു. നമുക്ക് ചെറിയ വ്യത്യാസമുള്ള വാചകം ഉപയോഗിക്കാം. നിങ്ങളുടെ വീട്ടിലെ പഴയ പന്ന വെള്ളമാണ്, കലക്ക വെള്ളമാണ്. ഞാൻ താമസിച്ചിരുന്നൊരു വീട്ടിലെ ഒരു വെള്ളമായിരുന്നു, മഞ്ഞ വെള്ളമായിരുന്നു. കുളിച്ച മഞ്ഞ നിറം വരുമായിരുന്നു, തോർത്തിന് മഞ്ഞ നിറം വരുമായിരുന്നു.
ഞങ്ങൾ ഡ്രസ്സൊന്നും വീട്ടിൽ കഴുകത്തില്ലായിരുന്നു, ഞാൻ ചർച്ചിൽ കൊണ്ടുവന്നായിരുന്നു കഴുകിക്കൊണ്ടിരുന്നത്. കാരണം മഞ്ഞ നിറമാകും. ഒരു ഡ്രസ്സ് പോലും മഞ്ഞ നിറമില്ലാത്തില്ലായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും ആ മഞ്ഞ നിറമുള്ള വെള്ളത്തെ വെള്ള നിറമുള്ള വെള്ളമാക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ ആരും ഒന്നും വേണ്ടാത്തെ. അഴുക്ക വെള്ളത്തെ എപ്പോഴെങ്കിലും മിനറൽ വാട്ടർ ആകാൻ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ എന്തൊന്നും വേണ്ടാത്തെ. നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് ഈ അഴുക്കു വെള്ളത്തെ മിനറൽ വാട്ടർ ആക്കാൻ പറ്റുമെന്ന് നമ്മുടെ തലയിലില്ല. അതൊക്കെ അത്ഭുതത്തിന്റെ ലിസ്റ്റിൽ വെച്ചിരിക്കുകയാണ്. നമ്മൾ തലവേദനയുള്ള ഒരു രോഗിയുടെ തലയെ കൈവച്ച് വേണേ പ്രാർത്ഥിക്കും. പക്ഷെ അഴുക്ക് വെള്ളം കൊണ്ടുവന്നാൽ നമ്മൾ പറയും വെള്ളം മാറിക്കൊണ്ടു തരാൻ പറയും. Are you listening? യേശു കർത്താവ് ഫിസിക്കലായ ചില കാര്യങ്ങൾക്കാണ് തന്റെ ശക്തിയെ ആദ്യം ഉപയോഗിച്ചത്. ഒരു നല്ല ഹല്ലേലൂയ പറ. ഒന്നും കൂടെ ഞാൻ പറയാം. യേശു കർത്താവ് ഭൂമിയിലെ ശുശ്രൂഷ ആരംഭിച്ചപ്പോ അവന്റെ ശക്തിയെ ആദ്യം ഉപയോഗിച്ചത് എവിടെയായിരുന്നു? ഫിസിക്കലായ ചില മാറ്റങ്ങളെ കൊണ്ടുവരാനായിരുന്നു. ആമേൻ. ഇനി ഞാൻ പറയുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കൂ. നമ്മൾ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ രോഗസൗഖ്യത്തിനും മാനസിക മാറ്റത്തിനും എന്ന് പറഞ്ഞ മാനസിക രൂപാന്തരത്തിനും അത്ഭുതങ്ങൾക്ക് മാത്രമായി രൂപാന്തരപ്പെട്ടപ്പോ അതേ പരിശുദ്ധാത്മാവ് പഴയ നിയമത്തിൽ ഇറങ്ങിയപ്പോ കടലിനെ വിഭാഗിച്ചു, ചെങ്കടലിനെ രണ്ടാക്കി, പാറയെ പിളർന്നു, ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിയിച്ചു. കൂടെ ഇല്ലാത്തവരെന്താ? ഒരു ആമീൻ പറയാത്ത എന്താ? കാടയെ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. ഈ ചെയ്തയാളുടെ പേര് പരിശുദ്ധാത്മാവെന്ന. തെക്കൻ കാറ്റ് ഇതാ വെള്ളത്തിന്മീതെ ഊതാൻ തുടങ്ങി. അന്ന് രാത്രി കടല് രണ്ടായി പിളർന്നു. ഒരു നല്ല ഹല്ലേലൂയ പറ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പഴയ സമയത്ത് പഴയ നിയമത്തിലെ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് മാനസിക ട്രാൻസ്ഫോർമേഷൻ കൊടുത്തുവെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മുടെ അറിവ് പരിശുദ്ധാത്മാവ് വരുന്നത് മാനസിക ട്രാൻസ്ഫോർമേഷൻ, വ്യക്തികളുടെ മാറ്റത്തിന്. എന്നാൽ നിങ്ങൾ അറിയേണ്ടത് പഴയ നിയമത്തിലെ പരിശുദ്ധാത്മാവും പുതിയ നിയമത്തിലെ പരിശുദ്ധാത്മാവിനും തമ്മിൽ ഒരു മാറ്റവും ഇല്ല. അദ്ദേഹത്തിന്റെ വേറൊരു സ്വഭാവം കൂടെ പുതിയ നിയമം കാണുകയാണ് ചെയ്തത്. ജോഹമോനും വന്നിടാ, ഓടിയോ. ഹല്ലേലൂയ. എൻ്റെ കൂടെ എത്തിയോ? ഇത് പറഞ്ഞിട്ട് നിങ്ങളെ വിട്ടേക്കാം. ഇത് പഴയ നിയമമാണെന്ന് നിങ്ങൾ വിചാരിക്കേ. ഇവിടെ നമ്മൾ കണ്ടത് മെറ്റീരിയലായ ചേഞ്ചസ് ആണ്. ഇവിടെ നമ്മൾ പുതിയ നിയമ ഇതെന്ന് വിചാരിക്കേ. ഇവിടെ നമ്മൾ കണ്ടത് മെറ്റീരിയലായ ബ്ലെസ്സിങ് അല്ല, സ്പിരിച്വലായ ബ്ലെസ്സിങ്സ് ആണ്. എന്നാൽ ഇത് പരിശുദ്ധാത്മാവ് രണ്ടും ഒന്ന്. ഇത് രണ്ടും ചെയ്തത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. മെറ്റീരിയലായ അത്ഭുതങ്ങൾ ചെയ്തതും സ്പിരിച്വലായ അത്ഭുതങ്ങൾ ചെയ്തതും രണ്ടും പരിശുദ്ധാത്മാവ് തന്നെയാണ്. എന്നാൽ നമ്മൾ സ്പിരിച്വലായത് മാത്രം എടുത്തു, മെറ്റീരിയൽ ആയതിനെ മാറ്റാൻ പറ്റുമെന്ന് ചിന്തിച്ചതുപോലുമില്ല. ഒരു കാലഘട്ടം വരുന്നു, പരിശുദ്ധാത്മാവ് മെറ്റീരിയലായ കാര്യങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നവനെന്ന് തെളിയിക്കുന്ന ആളുകൾ എഴുന്നേൽക്കുന്നു. അതുകൊണ്ടാ മർക്കോസ് പറഞ്ഞത് അവർ പാമ്പിനെ പിടിച്ചെടുക്കുമെന്ന്. പാമ്പിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഒന്ന് കൈയടിച്ചൂരി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. തോമസ് എന്ന് പറഞ്ഞ ഒരാൾ കേരളത്തിൽ വന്നപ്പോൾ കുളിക്കാൻ ഇറങ്ങിയ മറ്റ് ആളുകളോടൊപ്പം അദ്ദേഹം പറഞ്ഞു, വെള്ളം മേളിലേക്ക് എറിഞ്ഞിട്ടാ, ഞാൻ വെള്ളം മേളിലേക്ക് എറിഞ്ഞാൽ ആ വെള്ളം താഴോട്ട് വരത്തില്ല, അത് അങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞാണ് ഇവിടെയുള്ള ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നത്. എന്ന് പറഞ്ഞാൽ അവർ അത്ഭുതം ചെയ്തത് രോഗസൗഖ്യത്തിലായിരുന്നില്ല, മെറ്റീരിയലി ആയിരുന്നു. അവർ വെള്ളത്തിന് മേൽ എന്ത് ചെയ്തു? അത്ഭുതങ്ങൾ ചെയ്തു. അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, അവരെന്ത് ചെയ്തു? വെള്ളത്തിന്മീതെ അത്ഭുതങ്ങൾ ചെയ്തു. യേശു കാറ്റിന്റെ മീതെ അത്ഭുതങ്ങൾ ചെയ്തു, കടലിന്റെ മീതെ അത്ഭുതങ്ങൾ ചെയ്തു, ഭക്ഷണത്തിന്റെ മീതെ അത്ഭുതങ്ങൾ ചെയ്തു, മീന്റെ മേലെ അത്ഭുതങ്ങൾ ചെയ്തു, വറുത്ത മീനിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്തു, വറുത്ത ഫിഷിന് കൂടെ ഉണ്ടെങ്കിൽ ആമീൻ പറ. അപ്പത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്തു, വീഞ്ഞിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്തു, കടലിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്തു. യേശു ഫിസിക്കലായ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ സഭ ഇന്നത് ചെയ്യുന്നില്ല.
അപ്പോസ്തലന്മാരും ഫിസിക്കലായത് ചെയ്തു. പക്ഷെ നമ്മളാരും എന്ത് ചെയ്യാൻ തയ്യാറല്ല? ഫിസിക്കലായ അത്ഭുതങ്ങളെ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടില്ല നമ്മൾ. ഈ ഞായറാഴ്ച ഞാൻ വിശ്വസിക്കുന്നത് ഒരു വലിയ ബ്രേക്ക് ത്രൂവിന് ഞായറാഴ്ചയാണ്. ആരെങ്കിലും എന്നോടൊപ്പം വിശ്വസിക്കുന്നുവെങ്കിൽ ചിലരെ ദൈവം അധികാരപ്പെടുത്തു. ഇതാ രോഗസൗഖ്യം, അത്ഭുതങ്ങൾ അതൊക്കെ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഫിസിക്കലായ ചിലത് ചെയ്യുവാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസണാണിത്. അതുകൊണ്ടാണ് ജോൺ ഡാരൂത് പ്രസംഗിക്കുന്നത്. യേശു കാറ്റിനെ അടക്കി, കടലിനെ അടക്കി. നിങ്ങൾ ശ്രദ്ധിക്കാവോ? അടുത്തിരിക്കുന്ന ആളോട് കൈ പറ. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും രോഗസൗഖ്യങ്ങളുടെ എണ്ണം പറയുന്നത് കുറവാണ്, ഫിസിക്കലായ അത്ഭുതങ്ങളുടെ എണ്ണം കൂടുതലുമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയുക. എന്താ പറഞ്ഞേ? രോഗസൗഖ്യങ്ങളുടെ എണ്ണം കുറവാണ്, പക്ഷെ ഫിസിക്കലായ അത്ഭുതങ്ങളുടെ എണ്ണം ധാരാളമാണ്. യുദ്ധങ്ങളെ ജയിച്ചു, മലകളെ വിറപ്പിച്ചു, കാറ്റിനെ നിർവീര്യമാക്കി, കൊടുങ്കാറ്റിനെ അടക്കി, വെള്ളത്തെ നിർവീര്യമാക്കി, വെള്ളത്തിന്റെ രുചിയെ മാറ്റി, കയ്പുള്ളത് മധുരമാക്കി. കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്ക്. പാറ പിളർന്ന് വെള്ളം കൊണ്ടുവന്നു, മരുഭൂമിയിൽ പാമ്പിനെ ചവിട്ടി. എന്റെ ദൈവമേ, ചെയ്ത പരിപാടികളെല്ലാം ഇതായിരുന്നു. ഈ സീസൺ കർത്താവ് നമുക്ക് തരികയാ. A new season is beginning. Rakatana ramana kasala rakabo. Rizalabana rakasala karavo. ഇത് നിനക്കുള്ള സമയമാണ്, ഇത് എന്റെ സമയമാണ്. Oh, dynamic ability to change cause changes. നിന്റെ മേൽ വ്യാപരിച്ചത് ഫിസിക്കലായ മണ്ഡലങ്ങളെയും വ്യത്യാസപ്പെടുത്താനാണ്. അടുത്തിരിക്കുന്നവരോട് പറ, സ്പിരിച്വലായ കാര്യങ്ങളെ മാത്രമല്ല, ഫിസിക്കലായ കാര്യങ്ങളെയും മാറ്റം വരുത്താനാ എന്റെ മേൽ വ്യാപരിച്ച ശക്തി. നിങ്ങൾക്കൊരു കാര്യം അറിയോ? യേശു പത്രോസിന്റെ പടകിലിരിക്കുകയാണ്. പടകിലിരിക്കുമ്പോൾ പത്രോസിനും കർത്താവിന് മനസ്സിലായി ഈ പടകിലൊന്നുമില്ല. ഒരു മീൻ പിടിച്ചിട്ട് വല കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത്. യേശു കർത്താവ് പത്രോസിനോട് പറഞ്ഞു, കരയിൽ അല്ലെങ്കിൽ ആഴത്തിലേക്ക് വലയിടാൻ പറഞ്ഞു. നിങ്ങൾ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഇത്രയും വർഷമായി ഞാൻ നോട്ട് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം. യേശു കർത്താവ് പത്രോസിനോട് പറയുകയാണ് ആഴത്തിലേക്ക് വലയിടാൻ. യേശു കർത്താവ് കടലിനോട് കൽപ്പിച്ചില്ല. യേശു കർത്താവ് മീനോട് പറഞ്ഞില്ല. യേശു കർത്താവ് വലയോട് പറഞ്ഞില്ല. നമുക്ക് നല്ല മനസ്സിലായോ? ഞാനാണെങ്കിൽ എന്നെ ചെയ്യും? നിങ്ങൾ ആരെങ്കിലും എന്ത് ചെയ്യും? പറ. ആദ്യം മീനോട് പറയും, മീനെ വാ. പറയോ ഇല്ലയോ? ഞാൻ ചോദിച്ചു, കർത്താവ് അതെങ്ങനെയാ? സ്വർഗം പറഞ്ഞോടാ, ഞാൻ ഒരു വ്യക്തിയുടെ പ്രശ്നത്തെ ഡീൽ ചെയ്യുമ്പോൾ അതിൻ്റെ സറൗണ്ടിങ്ങിലുള്ള സകല സപ്പോർട്ടിങ്ങും അതിനോട് കയറിക്കൊള്ളുന്നു. ഒന്നുകൂടെ ഞാൻ പറയാം. സോളിയോട് ഞാനൊരു ദൂത് പറയുമ്പോൾ സോളിക്ക് എന്തൊക്കെ ആവശ്യമായി ഭൂമിയിൽ ആവശ്യമുണ്ടോ അതൊക്കെ സല്യൂട്ട് ചെയ്തിട്ട് പറയും, സാർ ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാം. ഒന്നും കൂടെ ഞാൻ പറയാം. ഞാൻ ഇവിടെയുള്ള ഒരു സഹോദരിയുടെ ദൂത് പറയുകയാണ്. ആ ദൂത് പറയുന്ന നിമിഷം സംഭവിക്കുക, ആ സഹോദരിക്ക് എന്താണോ ആവശ്യം ഫിസിക്കലായത്, ഞാൻ ദൂത് പറയുമ്പോൾ ആ ഫിസിക്കലായ കാര്യം ആ വീട്ടിനകത്തേക്ക് കയറും. അങ്ങനെയാണ് എങ്കിൽ ഇന്ന് ചിലരുടെ വീട്ടിനകത്തേക്ക് ചിലത് കയറിയേ ഒക്കത്തുള്ളൂ. സോളി പത്രോസിനെ മീനിന്റെ കച്ചവടം അറിയത്തുള്ളായിരുന്നു. എന്നാൽ സ്വർണ്ണ കച്ചവടം അറിയുന്നവനെ ഇന്ന് സ്വർണം കയറട്ടെ. രത്നങ്ങളെ ചെയ്യാൻ അറിയുന്നവർക്ക് രത്നങ്ങൾ ഉണ്ടാകട്ടെ. തുണിക്കച്ചവടമുള്ളവർക്ക് തുണി വരട്ടെ. സ്ഥല കച്ചവടം ഉള്ളവന് സ്ഥലം ഉണ്ടാകട്ടെ. റിയൽ എസ്റ്റേറ്റ് ഉള്ളവന് റിയൽ എസ്റ്റേറ്റ് വരട്ടെ. വസ്തുക്കൾ വേണ്ടവർക്ക് വസ്തുക്കൾ വരട്ടെ. സഭയ്ക്ക് വേണ്ടത് വസ്തുവകയായതുകൊണ്ട് സഭയ്ക്കകത്തേക്ക് അത് വരട്ടെ. യേശു സംസാരിച്ചപ്പോൾ അവന്റെ മേൽ വ്യാപരിച്ചിരുന്ന പരിശുദ്ധാത്മാവ് ശക്തി
ആ ശക്തി ചെയ്തത് കടലിലെ മീനെ വലയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. അതിനോട് ഡയറക്റ്റ് പോലും കർത്താവ് ഡീൽ ചെയ്തില്ല. അടുത്തിരിക്കുന്ന രണ്ടുപേരോട് പറ, ഡയറക്റ്റ് ആ കാര്യത്തിനോട് ദൈവം എന്ത് ചെയ്തില്ല? ഡീൽ ചെയ്തില്ല. നമ്മളൊരു കാര്യം ഡയറക്റ്റ് ഡീൽ ചെയ്യത്തില്ല, പക്ഷെ വലയിലേക്ക് എണ്ണിയാൽ തീരാത്ത മീൻ കയറും. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഒരു വഞ്ചിക്കോ 2 വഞ്ചിക്കോ കൊള്ളാൻ കഴിയാത്തതായിരുന്നു അന്നത്തെ മീൻപിടുത്തമെങ്കിൽ ഒരു സർവീസിനോ 2 സർവീസിനോ കൊള്ളാൻ കഴിയാത്ത ഒരു മൂവ്മെന്റ് വരുന്നു. നിങ്ങൾ എഴുതി വെച്ചോ, ഇറ്റ് ഈസ് നിയർ ബൈ, ഇറ്റ് ഈസ് നിയർ ബൈ, ഇറ്റ് ഈസ് നിയർ ബൈ. നിങ്ങളും ഞാൻ അതിനകത്തായിരിക്കുന്നത് ഒരു പുതിയ സീസൺ എഴുന്നേൽക്കുകയാണ്. ആ സീസന്റെ പ്രത്യേകത വഞ്ചി നിറയെ മീനാണ്. വഞ്ചി നിറയെ മീനാണ്. വഞ്ചികൾ നിറയെ മീനാണ്. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടായിട്ട് കൊടുക്കത്തക്ക വിധത്തിലെ മീനാണ്. This is my season. ഇതെന്റെ കാലഘട്ടം. ഒരു ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഈ പൗലോസ് ഗലാത്യർക്ക് എഴുതുമ്പോ ഇങ്ങനെയാ പറഞ്ഞത്, അബ്രഹാമിന്റെ അനുഗ്രഹം ജാതികളായ നിങ്ങൾക്ക് വരേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ പ്രാപിക്കണമെന്ന്. മെറ്റീരിയലായ അബ്രഹാമിന്റെ നന്മകള് എനിക്ക് വരേണ്ടതിന് എന്ത് വേണമെന്ന്? പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണമെന്ന്. അടുത്ത ആഴ്ച പറയാതെ. മെറ്റീരിയലായ അബ്രഹാമിന്റെ നന്മകള് എന്റെ മേൽ വരേണ്ടതിന് എന്ത് വേണമെന്ന്? പരിശുദ്ധാത്മാവിന്റെ നിറവ് വേണമെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നത് മെറ്റീരിയലായ പലതും നിന്റെ ലൈഫിലേക്ക് ടേൺ ചെയ്യിക്കാനാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ, പരിശുദ്ധാത്മാവിനെ നിറവ് വ്യാപരിച്ചാൽ മെറ്റീരിയലായ പലതും നിന്റെ അകത്തേക്ക് ടേൺ ആകുമെന്ന്. ടേൺ ആകുമെന്ന്. സ്പിരിച്വൽ മാത്രമല്ലെന്ന്, മെറ്റീരിയൽ ആയതും ടേൺ ആകുമെന്ന്. ഞാനൊരു വാക്കുകൾ അവസാനിപ്പിക്കുക. ഞാൻ എൻ്റെ കൂടെ ഒന്ന് പറയാവോ? എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തി വസിക്കുന്നു. അത് എന്നെ ആത്മീയമായി മാറ്റുക മാത്രമല്ല, എന്റെ ഭൗതിക സാഹചര്യങ്ങളെ മാറ്റാനും അത് മതിയായതാണ്. എനിക്ക് മറ്റൊരാളെ ആത്മീയമായി മാറ്റുവാൻ മാത്രമല്ല, എൻ്റെ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളെ മാറ്റാനും അതിന് കഴിയും. എനിക്ക് മറ്റൊരാളുടെ ആത്മീയ നിലവാരത്തെ വ്യത്യാസപ്പെടുത്താൻ മാത്രമല്ല, അടുത്തത് പറ, ഫിസിക്കലായ കലാകാര്യങ്ങളെ മാറ്റം വരുത്താൻ പറ്റും. കാറ്റിനെ അടക്കാം, അപ്പത്തോട് വർദ്ധിക്കാൻ പറയാം, മീനിനോട് കയറാൻ പറയാം, സമ്പത്ത് വരാൻ പറയാം, വെള്ളത്തെ വീഞ്ഞാക്കാം. വെള്ളത്തെ വീഞ്ഞാക്കാം, കടലിനെ 2 ആക്കാം, യോർദാനോട് നിക്ക എന്ന് പറയാം, മരുഭൂമിയിൽ വഴി തുറക്കാം, കാറ്റിനോട് അടങ്ങാ എന്ന് പറയാം, സമുദ്രത്തോട് പറ. ഫിസിക്കലായ ചിലത് ചെയ്യുവാൻ തുടങ്ങാൻ കൂടെയാണ് അഭിഷേകം വ്യാപരിച്ചത്. അഭിഷേകം വ്യാപരിച്ചത്. അഭിഷേകം വ്യാപരിച്ചത്. ഒന്ന് പറഞ്ഞേ, ഫിസിക്കലായ ചിലതും കൂടെ ചെയ്യാൻ വേണ്ടിയാണ് അഭിഷേകം വ്യാപരിച്ചത്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ അതിനെ, പരിശുദ്ധാത്മാവിനെ ഫിസിക്കലായി ചിലത് ചെയ്യാനും കൂടെ വേണ്ടിയാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. ചേഞ്ച് യുവർ മൈൻഡ് സെറ്റ്. Amen.